രണ്ട് കാര്യങ്ങൾ ഒരേ സമയം കൃത്യമായി ഒരുപോലെ ചെയ്ത് ഫലിപ്പിച്ചാൽ മാത്രം വിജയമെത്തുക. അതിനോടൊപ്പം ഭാഗ്യത്തിൻ്റെ അംശങ്ങളും കൂടെ കൂടിയാൽ മാത്രമേ ഒരു മത്സരത്തിൽ വിജയിയായി മാറാൻ പറ്റുകയുള്ളൂ. നമ്മുടെ മത്സരത്തിൽ കഴിഞ്ഞ എല്ലാ റൗണ്ടുകളും ഫിനിഷ് ചെയ്ത് 2 പേരാണ് ഇവിടെ ബാക്കി വയ്ക്കുന്നത്. ആരൊക്കെയാണ് അവർ? സ്വാതിയും അനു. സ്വാതിയും അനുവും 2 പേരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. ഒരു ബോളിംഗ് വന്നിട്ട് എന്നല്ല, വാ പതുക്കെ വെച്ചതാ. ഇതെന്താന്ന് വെച്ചാല് എനിക്ക് ഇത്തിരി ശക്തി കൂടുതലാണ്. ബോഡി ഗാർഡിൽ സൽമാൻ ഖാൻ മറ്റേ ഫുട്ബോൾ അടിക്കുമ്പോൾ ഫുട്ബോൾ കിട്ടി പോലെ അതുകൊണ്ട് ഒരു ടച്ചിന് ചന്ദ്രന് വരെ പോയാൽ. യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. സത്യസന്ധനായ സത്യൻ ഒരിക്കൽ കള്ളൻ കണാരനോട് പറഞ്ഞു, ഞാൻ പറയുന്നത് കള്ളമാണ്. സത്യൻ കള്ളനോട് പറഞ്ഞത് സത്യമാണോ കള്ളമാണോ? കള്ളൻ കണാരന് സംശയമായി. പോലീസുകാരൻ പോക്കർ പറഞ്ഞു, സത്യം പറഞ്ഞത് സത്യമായിരിക്കും. ഇനി നമുക്ക് 40 സെക്കൻഡ് കൂടെ ബാക്കിയുണ്ട്. അനു കൈ എത്ര നീളത്തില്ല. 30 സെക്കൻഡുകൾ കൂടി മാത്രം ബാക്കി. ഓഹോ 20 seconds more. 15 seconds. 9, 8, 7, 6, 5, 4, 3, 2. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അനു ഇട്ടത് 3, 2, 1, 2, 3, 4, 5 പന്തുകളാണ്. ഇനി കഥ. സത്യന്റെ പ്രത്യേകത എന്തായിരുന്നു? സത്യസന്ധനായിരുന്നു. കള്ളന്റെ പേരെന്തായിരുന്നു? കണാരൻ. സത്യൻ കണാരനോട് എന്താണ് പറഞ്ഞത്? സത്യം പറയണം, സത്യസന്ധനായിരിക്കണം എന്ന്. ഓക്കെ. സത്യന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആദ്യത്തെ വരിയിൽ തന്നെ ഉണ്ടായിരുന്നു. സത്യസന്ധനായിരുന്നു എന്നുള്ളതാണ്. കള്ളന്റെ പേരെന്തായിരുന്നു എന്നുള്ളത് കണാരൻ എന്നത് ശരി ഉത്തരമായിരുന്നു. സത്യൻ കണാരനോട് എന്താണ് പറഞ്ഞത് എന്നുള്ളത് തെറ്റാണ്. ഞാൻ പറയുന്നത് കള്ളമാണ് എന്നുള്ളതായിരുന്നു ഉത്തരം. അപ്പോൾ 20 പോയിന്റ്സ് ഉത്തരങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. അട്ടക്കുളത്തിനടുത്തുള്ള പൊട്ടക്കുളത്തിലെ അന്തേവാസികളായിരുന്നു മനോഹര നീർക്കോലിയും പ്രഭാകരൻ തവളയും. ഒരിക്കൽ അവിടെ എത്തിയ മമ്മദ് മരംകൊത്തിക്ക് നീന്തൽ പഠിക്കണമെന്നൊരു മോഹം. പക്ഷെ മനോഹര നീർക്കോലി പറഞ്ഞു, ഇന്ന് പ്രഭാകരൻ തവളയുടെ പെണ്ണുകാണലുണ്ട് എന്ന്. ഇനി 40 സെക്കൻഡുകൾ മാത്രം ബാക്കിയുണ്ട് സ്വാതിക്ക്. അങ്ങ് പോയാൽ ഒരു തട്ട് വെറുതെ. ഇനി 30 സെക്കൻഡ് മാത്രം. ബക്കറ്റിനകത്ത് 20 സെക്കൻഡുകൾ കൂടി മാത്രം. നമുക്ക് 4 ബോൾ കൂടെ ഇടാം. ഓ മുഖത്ത് ടെൻഷൻ അവരേച്ച് നിൽക്കണോ? ഒറ്റ അടിച്ചോ. 14, 13, 12. ഒരിക്കലും കൈവിടാൻ പാടില്ല. 7, 6, 5, 4, 3, 2, 1. കളി അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ സ്വാതി മാക്സിമം സഹായിക്കാൻ ശ്രമിച്ചു. സ്വാതി കുഴപ്പമില്ല. സാധി എന്ന് പറഞ്ഞ ഒറ്റ തട്ടിന് ബോൾ അടുത്ത് അപ്പുറത്തെ പഞ്ചായത്തിൽ പോയിട്ട് നടക്കണത്. പിന്നെ എങ്ങനെ കൊട്ടയിൽ ഇടുമെന്ന് പറ. നമ്മുടെ ഇടയ്ക്ക് ചപ്പാത്തിക്ക് വേണ്ടി ഉരുട്ടുമ്പോൾ ആ മാവെടുത്തൊന്ന് തട്ടി കളിച്ചിരുന്നെങ്കിൽ ഈ വല്ല കുഴപ്പമുണ്ടായിരുന്നു വെറുതെ പരത്തണ സമയത്ത്. ചോദ്യം, ഏത് കുളത്തിനടുത്തായിരുന്നു പൊട്ടക്കുളം? അട്ടക്കുളത്തിനടുത്തുള്ള. മരംകൊത്തിയുടെ പേരെന്തായിരുന്നു? പ്രഭാകരൻ മരംകൊത്തി. അന്നത്തെ വിശേഷം എന്തായിരുന്നു? പ്രഭാകരൻ തവളയുടെ കല്യാണം. ഏത് കുളത്തിനടുത്തായിരുന്നു പൊട്ടക്കുളം എന്ന് ഞാൻ ചോദിച്ചത് അട്ടക്കുളം. ശരി ഉത്തരവാണ്. 10 പോയിന്റ്. മരംകൊത്തിയുടെ പേരെന്തായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. അത് മമ്മദ് എന്നായിരുന്നു പേര്. നിങ്ങൾ പ്രഭാകരൻ എന്നാണ് പറഞ്ഞത്. തവളയാണ് പ്രഭാകരൻ കേട്ടോ. തവള കണ്ടില്ലേ, വെറുതെ സമോസയ്ക്ക് കണ്ണുവെച്ച പോലെ ഇരിക്കും. എന്താണോ അങ്ങനെ ഒരു ഷേപ്പ്. അന്നത്തെ വിശേഷം എന്തായിരുന്നു? പ്രഭാകരൻ തവളയുടെ പെണ്ണ് കാണലായിരുന്നു. കല്യാണം ആയിട്ടില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞായിരുന്നു നമ്മൾ ആ പുട്ടാലെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും
10 മാർക്കാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. ആക്ടിവിറ്റിയിൽ ഒരെണ്ണ എല്ലാം നഷ്ടപ്പെട്ടു. സ്വാഭാവികമായി ഇങ്ങ് വരും. ഈ പുള്ളിക്കാരത്തി തട്ടിക്കൊണ്ടിരിക്കുമ്പം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായിരുന്നു പ്രാർത്ഥിച്ചത്? അല്ല അതെന്താ പതുക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കൊണ്ട് ഇടായിരുന്നു എന്ന് വിചാരിച്ചതാ. എന്റെ മദർ തെരേസേ, അയ്യോ അമ്മേ മാതാവേ, അതൊക്കെ ചെയ്തു. അത് കിരീടം പോലെ ആ പതുക്കെ തട്ടിയിരുന്നെങ്കിൽ കൊണ്ടിടാനാണോ പ്രാർത്ഥിച്ചത്? പതുക്കെ ഞാൻ ഫസ്റ്റ് ചെയ്തില്ല. അപ്പൊ ചേച്ചി പതുക്കെ ചെയ്തിരുന്നെങ്കിൽ അതിൽ കറക്റ്റ് ഇടായിരുന്നു. ഞാൻ ഫാസ്റ്റ് ചെയ്തപ്പോ ശരിക്കും അങ്ങോട്ട് ബോൾ പാറിപ്പോയല്ലോ. ഇതിനെ പറ്റി തമിഴ്നാട്ടിൽ ഒരു പാട്ടുണ്ട്, പാറി പറന്ത ബോള് പാടി തീരന്ത ബോള് എന്നൊരു പാട്ടൊക്കെ ഉണ്ട്. ചേട്ടൻ ഉണ്ടാക്കിയതായതുകൊണ്ട് കുഴപ്പമില്ല. ആ പിന്നെ ആടിനെ പറ്റി വേറൊരു കാര്യം അറിയാമോ? ഈ ആടുകൾക്ക് മനുഷ്യനെ പോലെ പല ഡയലക്റ്റുകളുണ്ട്. പല കൂട്ടത്തിൽപ്പെട്ട ആടുകൾ അല്ലെങ്കിൽ പല സെറ്റപ്പിൽപ്പെട്ട ആടുകളുടെ ആക്സെന്റിന് വ്യത്യാസമുണ്ട്. അതായത് ഇപ്പൊ തൃശ്ശൂർ ഭാഷ, തിരുവനന്തപുരം ഭാഷ എല്ലാം മലയാളമാണെങ്കിലും മനുഷ്യന്റെ ശബ്ദം ഒന്നാണെങ്കിലും അതിന്റെ ആക്സെന്റ് ഈണത്തിനൊരു ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ. അതുപോലെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ആടുകൾക്ക് മാത്രം ഓരോ കൂട്ടത്തിനും, ഒരു കൂട്ടത്തിൽപ്പെട്ട ആടിന് ഏകദേശം മേ എന്നാണെങ്കിൽ എല്ലാം മേ ഇത് തന്നെ ആയിരിക്കും. അപ്പൊ മേ ഇതാണെങ്കിൽ എല്ലായിടത്തും മേ ഇങ്ങനെ സാധനങ്ങളുണ്ട്. ആടിന് വേറൊരു പ്രത്യേകത ഉണ്ട്. അതെന്താ അറിയോ? നമുക്ക് തുമ്മാൻ വന്നിട്ടില്ലേ നമ്മൾ തുമ്മുന്നത്? നമ്മളെങ്ങനെ തുമ്മുന്നത്? ഇങ്ങനെ വന്ന് ഇങ്ങനെ. അപ്പൊ ആദ്യം ഇങ്ങനെ തുമ്മാൻ വരും. പക്ഷെ ആടിന് മാത്രം തുമ്മി കഴിഞ്ഞിട്ടാണ് തുമ്മാൻ വരുന്നത്. അതെ, ആട് പുല്ല് വന്നോണ്ടിരിക്കുമ്പോ ഒറ്റ തുമ്മ തുമ്മും, എന്നിട്ട് തുമ്മാൻ വരും. കാണിച്ചു തരാം. ആട് പുല്ല് വന്നോണ്ടിരിക്കുക. വാശിയേറിയ മത്സരം, പല മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. രസമുള്ള, ചിരിയുള്ള, ചിന്തയുള്ള കാഴ്ചകൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലുണ്ടായി. ഇനി 2 കാര്യങ്ങളാണ് ബാക്കിയിരിക്കുന്നത്. ഒന്ന്, അനുവിനുള്ള സമ്മാനങ്ങൾ മുഴുവൻ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്.